ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ കെട്ടിട ഉദ്ഘാടനം ആഗസ്റ്റ് 9 നടക്കും. MLA ഫണ്ടും വികാസ് സമാഹരിച്ച തുകയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. 42 വർഷമായി ചവറയുടെ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ചവറ വികാസ് സാംസ്കാരിക സംഘടനയുടെ പുതിയ കെട്ടിടം ഓഗസ്റ്റ് 9 ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപയും വികാസ് പ്രവർത്തകർ സമാഹരിച്ച 25 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. വൈകിട്ട് 5 നടക്കുന്ന പരിപാടിയിൽ NK പ്രേമചന്ദ്രൻ MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ JR സുരേഷ് കുമാർ, KSFB ചെയർമാൻ K ഭരതരാജൻ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ചവറ KS പിള്ള, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീഗം അബീന S, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം C വസന്തകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഓഗസ്റ്റ് 9 വൈകിട്ട് 5 മണിക്ക് നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചവറയുടെ MLA ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രൻ അവർ സമ്മേളന ഉദ്ഘാടനം നടത്തുന്നു. കൂടാതെ മുഖ്യപ്രഭാഷണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ PK ഗോപൻ അവർ മുഖ്യപ്രഭാഷണവും, ഒപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JR സുരേഷ് കുമാർ, KS പിള്ള സാറ്, ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് ലൈബ്രറി സെക്രട്ടറി കൂടിയായിട്ടുള്ള വിജയകുമാർ സാറ്. 1984 ജനുവരി 26 25 ചെറുപ്പക്കാർ ചേർന്ന ചവറ വികാസ് സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത്. വിവിധങ്ങളായ സാംസ്കാരിക പ്രവർത്തനം, ചർച്ചകൾ, സെമിനാറുകൾ, ആരോഗ്യ ക്യാമ്പുകൾ, നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് വികാസിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ജോസ് ഫൗണ്ടേഷൻ ചികിത്സാ സഹായങ്ങളും നൽകുന്നുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവകാരുണ്യം ഈ 3 മേഖലകളിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്കായിട്ടാണ് പടവുകൾ, അത് നാളെയാണ് അതിൻ്റെ പരിപാടി. SLC +2 ഫുൾ A+ വിദ്യാർത്ഥികളെ നമ്മൾ അനുമോദിക്കുന്നതോടൊപ്പം 4 പേരെ നമ്മൾ പഠിപ്പിക്കുന്നു. BSc നഴ്സിങ്ങിന് പഠിക്കും. അവർക്കുള്ള ഫീസ് സംവിധാനവും അതിൻ്റെ ഒരു പ്രധാന ഭാഗം നമ്മളാണ് വർഷങ്ങളായി കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കോഴ്സ് തീരുന്നിടം വരെ നമ്മൾ കൊടുക്കും. പിന്നീട് പുതിയൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കും. പിന്നെ ആരോഗ്യ മേഖലയെ നമ്മൾ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയായി നടത്തുന്ന ഐക്യം, അതിനുശേഷം ജോസ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ക്യാൻസർ പാലിയേറ്റീവ് രോഗികൾക്കുള്ള സഹായം, അതിനും പ്രത്യേക ഒരു ടീം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനൊരു ഫൗണ്ടേഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. 2 മാസത്തിലൊരിക്കൽ 35ഓളം രോഗികളെ ഫൗണ്ടേഷൻ ആശുപത്രിയിൽ ഡോക്ടർ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർ തരും. മരുന്ന്, മറ്റ് കൊളോസ്റ്റോണിയൽ ബാഗ് തുടങ്ങിയതെല്ലാം നമ്മൾ വാങ്ങി വീട്ടിലെത്തിക്കുക. അവരാരും ഇത് പ്രദർശന വസ്തു ആക്കുന്നതേയില്ല. ന്യൂസ് ബ്യൂറോ, ചവറ.